ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ശ്രീ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. നമ്മള് രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ ശ്ലോകം എടുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഒന്ന് പറഞ്ഞു പോകാം. ശ്രീ ചൈതന്യ പ്രഭു രണ്ടാമത്തെ അധ്യായം 2 ശ്ലോകം 1. ശ്രീ ചൈതന്യ മഹാപ്രഭു. ഇന്നിപ്പോ ഞാൻ രാവിലെ ഫോർവേഡ് ചെയ്തിരുന്നു. ആ, രണ്ടാമത്തെ അധ്യായം. ശ്രീ ചൈതന്യ പ്രഭും വന്ദേ ബാലോപിയദനുഗ്രഹാത് തരേന്നാനാമതഗ്രാഹ വ്യാപ്തം സിദ്ധാന്ത സാഗരം. ശ്രീ ചൈതന്യ പ്രഭും വന്ദേ ബാലോപിയദനുഗ്രഹാത് തരേന്നാനാമതഗ്രാഹ വ്യാപ്തം സിദ്ധാന്ത സാഗരം. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ആരുടെ കാരുണ്യത്താൽ ഒരു ചെറുബാലകനു പോലും നാനാവിധ മുതലകൾ നിറഞ്ഞ സിദ്ധാന്ത സാഗരത്തെ നീന്തിക്കടക്കാൻ കഴിയുന്നുവോ ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ വന്ദിക്കുന്നു. ഇതൊന്ന് അത് കഴിഞ്ഞിട്ടുള്ളത്, അതിനു മുൻപുള്ളതാണ്. ഇത് രണ്ടാമത്തെ ശ്ലോകം. ഒന്നാമത്തേത് ഇത് 2. ഹരേ കൃഷ്ണ. നമുക്ക് കൃഷ്ണാവബോധത്തില് നമുക്ക് യോഗ്യത, കൃഷ്ണാവബോധത്തിൽ ചേരണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് യോഗ്യതയില്ല. ഇല്ല, ഡിഗ്രി വേണമെന്നോ അല്ലെങ്കിൽ PG വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അറിയണമെന്നോ എന്ന് യാതൊരു നിബന്ധനകളും ഇല്ല. ആർക്കും, ഏത് മതത്തിൽപ്പെട്ടവർക്കും ആർക്കും എപ്പോഴും ഏത് സമയത്തും കൃഷ്ണബോധ പ്രസ്ഥാനത്തിൽ ചേരാം, ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഇല്ലേ? അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ശ്രീല പ്രഭുപാദരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് ഈ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ചേരണമെങ്കിൽ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ആവശ്യമില്ല. ഒരേ ഒരു യോഗ്യത വേണം. അത് എന്താണത്? ശ്രീകൃഷ്ണ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിക്കണം. ഇല്ലേ? ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ സാധകർക്ക് ആത്മാർത്ഥതയും ഉണ്ടാവണം. ഇത് മാത്രമാണ് ഇതിന് വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത്. കാരണം എന്താണ്? എല്ലാവരും ഹരേ കൃഷ്ണ. മാതാജി കിട്ടിയിട്ടില്ല മാതാജി. 2 മുതലേ ഉള്ളൂ. ഉള്ളോ? 2 മുതലേ ഉള്ളൂ. ശരി. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്താണ്? അപകടകാരികളായിട്ടുള്ള ജലജന്തുക്കൾ നിറഞ്ഞതാണ്. ഈ ഭവസാഗരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതൊരു ചതിക്കുഴിയാണ്. ഇതിൽ പെട്ടുകഴിഞ്ഞാൽ നമുക്ക് എത്ര വേഗം പുറത്ത് കടക്കാന് സാധിക്കില്ല. നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും എത്ര പരിശ്രമിച്ചാലും ഇതിന് പുറത്ത് കടക്കണമെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ സഹായം വേണ്ടി വരും. അല്ലാതെ നമ്മൾ സ്വയം വിചാരിച്ചാൽ അത് പുറത്ത് കടക്കാന് സാധിക്കില്ല. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. ഇല്ലേ? നമുക്കറിയാം, പല ഫിലോസഫി ഉണ്ട് ഇവിടെ. ബുദ്ധൻ കൊണ്ടുവന്ന ഫിലോസഫികളുണ്ട്. ബുദ്ധന്റെ തത്വശാസ്ത്രം, ജ്ഞാനികളെ പല മാർഗങ്ങളിൽ കൂടി ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ പലരും പല യോഗ പ്രക്രിയകളിൽ കൂടി സമാധി അവസ്ഥയിൽ എത്തിച്ചേർന്ന് ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു.
പതഞ്ജലിയുടെയും ഗൗതമന്റെയും യോഗ സമ്പ്രദായങ്ങൾ, അതുപോലെ കണാദനെയും കപിലനെയും ദത്താത്രേയനെയും പോലുള്ള തത്വജ്ഞാനികളുടെ സമ്പ്രദായങ്ങള്, സാഖ്യയോഗം, ഇങ്ങനെ പലതരത്തിലുള്ള യോഗ ഫിലോസഫികളുണ്ട്. അപ്പം ഇതിലെല്ലാം പെട്ടുകഴിഞ്ഞാൽ നമുക്ക് ആശയക്കുഴപ്പമാണ് ഉണ്ടാവുക. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കി എടുക്കാനേ നമുക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഭവസാഗരത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ജനന മരണമാകുന്ന പ്രക്രിയയിൽപ്പെട്ട് ഉഴറുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഭൗതിക ലോകത്തിലെ ത്രിവിധ ക്ലേശങ്ങൾക്ക് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സിലാക്കിയത് അത്ര വേഗം ഈ കലിയുഗത്തിലെ പതിതാത്മാക്കൾക്ക് ഈ ഭവസാഗരത്തിനപ്പുറം കടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാണ് ശരി, ഈ വഴി പോയാലാണ് എന്നെ പ്രാപിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട്, അതായത് ഒരു ഭഗവാന്റെ 3 അവതാരങ്ങളിലും ഭഗവാനായിട്ട് തന്നെ വന്നു ഇല്ലേ? 3 യുഗങ്ങളിലും ഭഗവാനായിട്ട് തന്നെ വന്നു. ശ്രീരാമനായിട്ട് വന്നു ഇല്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം വന്നു. പക്ഷെ ഈ കലിയുഗത്തില് ഒരു ഭക്തന്റെ ഭാവത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. അതായത് എങ്ങനെ ഭഗവാനെ പ്രാപിക്കാം എന്ന് നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ പറഞ്ഞത്? നമ്മളെ പരിപൂർണമായിട്ട് സമർപ്പിതരാകാനാ പറഞ്ഞത്. എന്നിൽ പരിപൂർണമായിട്ട് ശരണാഗതി അടഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം അല്ലെ? ശരണാഗതി അടയണം എന്നൊരു കണ്ടീഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ വെച്ചു. പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു കണ്ടീഷനും വെച്ചില്ല. സ്വയം ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചെങ്കിലും ഒരു ഭക്തനായിട്ടാണ് വന്നത്. ഒരു ഭക്തനായിട്ട് വന്ന് നമ്മൾക്ക് കാണിച്ചു തന്നു, ഈ മാർഗത്തിലൂടെ പോയി ഇങ്ങനെ ചെയ്താല് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ, ഭഗവാന്റെ ആ പ്രേമഭക്തിയുടെ ആ സാക്ഷാത്കാര തലത്തില് എത്തിച്ചേരാൻ സാധിക്കും എന്ന് നമ്മളെ മനസ്സിലാക്കി. അതിന് ഒരു ഉപാധികളും ഇല്ല. ആർക്കും ഏത് സമയത്ത് എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഭഗവാന്റെ തിരുനാമം ജപിച്ചും ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയും ഭഗവാന് സേവനം ചെയ്തും ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ എളുപ്പമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ഭൗതിക ലോകത്തില് അവതരിച്ചത്. അപ്പം നമ്മളുടെ അതേവരെയും നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ആശയങ്ങൾ തെറ്റായിട്ടുള്ള മാർഗത്തിൽ കൂടിയാണ് നമ്മളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇല്ലേ? അപ്പൊ നമ്മളെ പോലുള്ള കുറച്ചു പേർക്ക് മനസ്സിലായി ഇതാണ് ശരി, ഈ വഴിയെ പോയാലേ നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടും. അത് തന്നെയുമല്ല, ഈ പുനരഭി ജനനം പുനരഭി മരണം എന്ന് പറയുന്ന ഈ ഭവസാഗരത്തിലേക്ക് വീണ്ടും വരേണ്ടി വരില്ല എന്ന് നമ്മൾക്ക് ഉറപ്പായി. അതുകൊണ്ട് നമ്മൾ മഹാപ്രഭു കാണിച്ചു തന്ന വഴിയെ തന്നെ നമ്മൾ സഞ്ചരിക്കാന് തുടങ്ങി. പക്ഷെ ഇനിയും വരാത്ത ചിലരുണ്ട് ഇല്ലേ? ചിലരല്ല, 99% ആൾക്കാരും ഇതിലേക്ക് വന്നിട്ടില്ല. അവര് തിരിച്ചറിഞ്ഞിട്ടില്ല ഇതാണ് ശരിയെന്ന്. അപ്പം അവരെ പോലുള്ളവരെ മനസ്സിലാക്കിക്കുകയാണ്, ആയിട്ട് മഹാപ്രഭു കാണിച്ചു തരികയാണ് ചെയ്തത്. സങ്കീർത്തനം ചെയ്തും ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്തും ഒക്കെ ഈ വഴിയെ വന്നാല് എല്ലാവർക്കും തന്നെ ഈ ജന്മം സഫലമാക്കി ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചു തരികയാണ് ചെയ്തത് മഹാപ്രഭു. ഇതെന്തുകൊണ്ടാണ്? നമ്മളോടുള്ള അങ്ങേയറ്റം കരുണ കൊണ്ടാണ്. എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നുള്ള കരുണ കൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ മഹാപ്രഭുവായിട്ട് ഈ ഭൗതിക ലോകത്തില് അവതരിച്ചത്. ഇനി 2ാമത്തെ ശ്ലോകം. കൃഷ്ണോത്കീർത്തന ഗാന നർത്തന കലാപാഥോച നിഭ്രാജിത സദ്ഭക്താവലി ഹംസ ചക്രമധുപ ശ്രേണീ വിഹാരാസ്പദം കർണാനന്ദികലധ്വനിർവഹതു മേ ജിഹ്വാമരുപ്രാംഗണേ ശ്രീ ചൈതന്യ ദയാനിധേ തവലസല്ലീലാ സുധാസ്വർധുനി. ഹരേ കൃഷ്ണ. ആരെങ്കിലും ചൊല്ലൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. വിഷ്ണോത്കീർത്തന ഗാനനർത്തന കലാപാദോജ നിഭ്രാജിത സദ്ഭക്താവലി ഹംസചക്രമധുവാശ്രേണി വിഹാരാസ്പദം കർണാനന്ദി കലധ്വനിർവഹതു മേ ജിഹ്വാമരുപ്രാംഗണേ ശ്രീ ചൈതന്യ ദയാനിധേ തവലസത്ലീലാസുധാസ്വർദ്ധനേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. വായിച്ചോളൂ.
കൃഷ്ണോൽകീർത്തനഗാനനർത്തനകലാപാദോജനിക്രാജിത സത്ഭക്താബലിഹംസചക്രമധുപശ്രേണീ വിഹാരാസ്പദം കർണാനന്ദികലധ്വനിർവഹതു മേ ജിഹ്വാത്മരുപ്രാങ്കണേ ശ്രീചൈതന്യദയാനിധേ തവ രസ ലീലാസുധാസർധുനേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. അല്ലയോ ദയാനിധിയായ ചൈതന്യ മഹാപ്രഭു, അവിടുത്തെ അതീന്ദ്രിയ പ്രവൃത്തികളുടെ അമൃത തുല്യമായ ഗംഗാജലം മരുഭൂമി പോലുള്ള എന്റെ നാവിന്റെ ഉപരിതലത്തിലൂടെ ഒഴുകുമാറാകട്ടെ. ശുദ്ധഭക്തരുടെ ആനന്ദവിഹാരങ്ങളായ ഉച്ചത്തിലുള്ള കൃഷ്ണനാമ കീർത്തനം, ഗാനം, നർത്തനം എന്നീ താമരപ്പൂക്കൾ അവിടുത്തെ ലീലാമൃത ഗംഗയെ കൂടുതൽ സൗന്ദര്യവത്താക്കുന്നു. ഇത്തരം ഭക്തരെ ഹംസങ്ങളോടും ചക്രവാകങ്ങളോടും തേൻവണ്ടുകളോടും ഉപമിച്ചിരിക്കുന്നു. ഈ നദിയുടെ പ്രവാഹം ശ്രുതി മധുരവും കർണാനന്ദകരവുമായ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ ഭാവാർത്ഥം കൂടുതലുണ്ട്, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. നമ്മള് ഈ ഭൗതിക ലോകത്തില് ജീവിക്കുകയാണില്ലേ? അപ്പൊ നമ്മള് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ സമയവും നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പൊ നമ്മളുടെ സംസാരവും എന്തായിരിക്കും? ഭൗതികമായിട്ടുള്ള സംസാരങ്ങളാണ്, ഇല്ലെ? അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ നാവ് കൊണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ നാവിനെ മരുഭൂമിയായിട്ട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. മരുഭൂമിയുടെ പ്രത്യേകത എന്താ? വറ്റി വരണ്ടിരിക്കുകയാണ്, വെള്ളമില്ല, ഇല്ലേ? ചിലയിടത്ത് വല്ലപ്പോഴും ഇത്തിരി വെള്ളം കണ്ടാലായി, അതാണ് മരുഭൂമിയുടെ അവസ്ഥ. അതുപോലെയാണ് നമ്മളുടെ നാവ് വ്യർത്ഥമായിട്ടുള്ള സംസാരം കൊണ്ട് മരുഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാവിന് എന്താണ് ആവശ്യം? മധുരമായിട്ടുള്ള സംസാരം, അതായത് നമുക്ക് ഗുണം കിട്ടുന്ന, പ്രയോജനം കിട്ടുന്ന സംസാരം, അത് സംസാരിക്കാനാണ് നമ്മുടെ നാവ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മൾ അതിനെ വേണ്ടാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ സംസാരിച്ച് ആ നാവിന്റെ ആ ശക്തിയെ പാഴാക്കുന്നത്. അപ്പം മരുഭൂമിയിലെ ദുർലഭമാണ്, ഏറ്റവും അവശ്യ വസ്തുവാണ് ജലം എന്ന് പറയുന്നത്. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക്, അങ്ങേയറ്റം ദാഹിച്ചു വലഞ്ഞ് തൊണ്ട വറ്റി വരണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു തുള്ളി വെള്ളം കാണുമ്പോൾ, ആ വായിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ ആ സന്തോഷം അധിക സമയം നിലനിൽക്കുമോ? ഇല്ല. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ സന്തോഷം നിൽക്കുകയുള്ളൂ. പിന്നീടും എന്താണ്? ദാഹം, ഇനിയും വെള്ളം കിട്ടണം, ദാഹം അടങ്ങുന്നത് വരെ വെള്ളം കുടിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ആ നാവിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാവുക. ഇതുപോലെയാണ് നമ്മൾ ഭൗതിക ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ത്രിവിധ ക്ലേശങ്ങളിലും പെട്ട് ഉഴറുന്ന നമുക്ക് എന്താണ് നമുക്ക് ആവശ്യം? ഭഗവാനെ കുറിച്ച് നമ്മൾ ശ്രവിക്കുക. കുറച്ച് സമയം നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം കൈവരിക്കാന് സാധിക്കും, ഇല്ലേ? ആ ആനന്ദം എന്ന് പറയുന്നത് ഭൗതികതയിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തെ പോലെയാണോ? അല്ല. ഭൗതികതയില് ആനന്ദമല്ല, സന്തോഷമാണ്. ആ സന്തോഷം അധിക സമയം നിലനിൽക്കില്ല. അതേസമയം ആധ്യാത്മികതയിൽ നിന്ന് കിട്ടുന്നത് ആനന്ദമാണ്. ആ ആനന്ദം ഒരു തുള്ളി അനുഭവിച്ചാൽ മതി, അത് നമ്മളുടെ സ്മരണയിൽ എന്നെന്നും ഉണ്ടാവും. അതാണ് ആനന്ദവും സന്തോഷവും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഭക്തിമാർഗത്തിൽ വന്നു കഴിഞ്ഞാല് ഭൗതികതയിലാണ് വരൾച്ചയുള്ളത്, ഇല്ലേ? വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമൊക്കെ ഭൗതികതയിലാണ്. അതേസമയം ആധ്യാത്മിക മാർഗത്തില്, ഭക്തിമാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വരൾച്ചയില്ല. എപ്പോഴും അവിടെ ജല സമൃദ്ധിയാണ്. കാരണം എന്താണ്? എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ കുറിച്ച് സംസാരിക്കുകയും ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്, ഇല്ലേ? അങ്ങനെ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് നമ്മളുടെ നാവിൽ ഒരിക്കലും വരൾച്ച ഉണ്ടാവില്ല, ദാഹം അനുഭവപ്പെടില്ല. എപ്പോഴും ആ ഭഗവത് സ്മരണയിലും മുഴുകിയിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ആ ആനന്ദം അനുഭവിച്ച് മുന്നോട്ട് പോകാന് സാധിക്കുന്നു. അപ്പം ഭക്തിമാർഗത്തിൽ വന്നാല് ധാരാളം വൈവിധ്യങ്ങളുണ്ട്. ഭൗതികതയിൽ വൈവിധ്യങ്ങൾ ഭൗതികമായിട്ടുള്ള വൈവിധ്യങ്ങളാണ്, അത് നമുക്ക് ആനന്ദം തരില്ല. ആധ്യാത്മികതയിലെ വൈവിധ്യങ്ങളുണ്ട്, അത് നമുക്ക് ആ വൈവിധ്യം നമുക്ക് ആനന്ദം തരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ? ഏത് നേരവും നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ മനസ്സിലെ വേറൊരു ചിന്തയിലേക്കും നമ്മൾ പോകുന്നില്ല.
എപ്പോഴും എപ്പോഴും നിരന്തരം സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുചിത്. അതായത് എപ്പോഴും എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് നമ്മളുടെ നാവിൽ ഒരിക്കലും വരൾച്ച അനുഭവപ്പെടുന്നില്ല. അതിവിടെ ഒരു ഉപമ പറയുന്നുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തരെ അവിടുത്തെ ചേതോഹരങ്ങളായ തിരുവടികളെ വലം വെച്ച് നീന്തുന്ന അരയന്നങ്ങളോടും അവിടുത്തെ പാദകമലങ്ങൾക്ക് ചുറ്റും ആഹ്ലാദപൂർവം മധു തേടി മൂളിപ്പറക്കുന്ന തേൻ വണ്ടുകളോടും ഇവിടെ ഉപമിക്കുന്നു. അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തരെ എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ഹംസം, അരയന്നത്തിനോടും പിന്നെ വണ്ടുകളോടുമാണ്. കാരണം എന്താണ്? ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ തൃപ്പാദങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദമാകുന്ന അമൃതം നുകരാൻ വേണ്ടി ഹംസങ്ങളും ആ വണ്ടുകളും ചുറ്റും പാറി പറക്കുകയാണ്. ഹംസങ്ങൾ എവിടെയാ കാണുന്നത്? താമര പൊയ്കകളില്, ഇല്ലേ? താമര പൊയ്കകളില് ആ താമരപ്പൂക്കളില് നിറയെ തേനുണ്ടാവും. അപ്പൊ അതിന് ചുറ്റും എപ്പോഴും ഹംസങ്ങള് ഇങ്ങനെ നീന്തി തുടിക്കും. അതുപോലെ തന്നെ ആ പൂവിലെ തേൻ കുടിക്കാനായിട്ട് വണ്ടുകളും ഉണ്ടാവും. അതുപോലെയാണ് ഇവിടെ താമരപ്പൂവാണ് ആരുടെ പാദം? മഹാപ്രഭുവിന്റെ തൃപ്പാദം എന്ന് പറയുന്നത് താമരപ്പൂവാണ്. അപ്പൊ ആ താമരപ്പൂവാകുന്ന തൃപ്പാദത്തിലെ അമൃതം നുകരാൻ വേണ്ടി ഹംസങ്ങളും കാർ വണ്ടുകളുമാകുന്ന ഭക്തരെപ്പോഴും വട്ടമിട്ടിങ്ങനെ നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ശ്രീകൃഷ്ണ ഭഗവാനെ ആ പാദങ്ങളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ട്. പക്ഷേ ഇത് ആ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിലേക്ക് വരുന്നവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഇത് സാധിക്കുമോ? ഒരിക്കലുമില്ല. അവരെന്താണ്? ബ്രഹ്മജ്യോതി, ബ്രഹ്മത്തിന്റെ പിന്നാലെ പോയി ബ്രഹ്മസാക്ഷാത്കാരം നേടാനും അല്ലെങ്കിൽ മോക്ഷം നേടാനും ആഗ്രഹിച്ച് അതിനു വേണ്ടുന്ന വഴികൾ സ്വീകരിച്ച് അതിലൂടെ അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അവർക്കറിയുന്നില്ല ഈ മഹാപ്രഭുവിന്റെ തൃപ്പാദത്തിലെ അമൃതിന്റെ മധുരം എന്തെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അവരെ ഈ വഴിയെ തന്നെ വരണം. സങ്കീർത്തന പ്രസ്ഥാനത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ആ മഹാപ്രഭു ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. അപ്പം നമ്മളുടെ ആത്മാവിന് നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്, ഇല്ലേ? നമ്മൾക്ക് അതിന് ഉപരി എന്താണ് വേണ്ടത്? ആത്മാവിനെ സംതൃപ്തനാക്കണം. ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കണം. അത് എവിടെ നിന്നേ കിട്ടുള്ളൂ? ആധ്യാത്മിക പാതയിൽ വന്നെങ്കിൽ മാത്രമേ, അതും ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ ആത്മാവിന്റെ വയറ് നിറയുകയുള്ളൂ. എങ്ങനെ വയറ് നിറയ്ക്കാം? ഭഗവാന്റെ തിരുനാമം ജപിച്ചും ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്തും ഭക്തരുടെ സംഘത്തിൽ കൂടിയും കിട്ടുന്ന ഭക്ഷണമാണ് ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അതായത് നവതാ ഭക്തി, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, ഇതിൽ ഏതെങ്കിലും വഴി തിരഞ്ഞെടുത്ത് നമ്മള് ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ വന്ന് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആത്മാവിനെ സംതൃപ്തനാക്കാന് നമുക്ക് സാധിക്കുള്ളൂ. അതാണ് മഹാപ്രഭു നമ്മൾക്ക് കാണിച്ചു തന്ന വഴി. അപ്പൊ മഹാപ്രഭുവിന്റെ കൃഷ്ണാവബോധ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ലീലകൾ അത് സ്മരിക്കുക, ഭഗവാനെ കുറിച്ചുള്ള ഗാനങ്ങൾ ആലപിക്കുക, നൃത്തം ചെയ്യുക, ആ തിരുനാമം ജപിച്ച് ഭക്തിയാൽ ഉന്മത്തരായിട്ട് നൃത്തം ചെയ്യുക. ഇതൊക്കെ നമുക്ക് സന്തോഷം, ആനന്ദം തരുന്ന പ്രവൃത്തികളാണ്, ഇല്ലേ? ഇപ്പൊ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദമാണ്. അപ്പം ആ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിനെ ആ സങ്കീർത്തനത്തൊക്കെ എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? താമര പൊയ്കകൾ നിറഞ്ഞ ഗംഗാജലത്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. ഗംഗാജലം പരിശുദ്ധമാണ്, അതിലെ മാലിന്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ആരുണ്ടാവും? ഹംസങ്ങൾ ഉണ്ടാവും, അരയന്നങ്ങൾ ഉണ്ടാവും, ഇല്ലേ? ആ താമര പൂക്കൾ ആസ്വദിക്കുന്ന ആരാണ്? അരയന്നങ്ങളാണ്. അപ്പം അതുപോലെ മഹാപ്രഭുവിന്റെ തൃപ്പാദമാകുന്ന താമര പൂക്കളെ ആസ്വദിക്കുന്നവർ, അതിലെ തേൻ നുകരുന്നത് ആരാണ്? ശുദ്ധഭക്തരാണ്. ശുദ്ധഭക്തരാണ് മഹാപ്രഭുവിന്റെ ആ വഴിയെ മുന്നോട്ട് പോകുന്നവര്. അവര് എപ്പോഴും എപ്പോഴും സ്വർഗീയ ഗാനങ്ങൾ പോലെ അവര് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആലപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്ത് ധാരാളം കീർത്തനങ്ങൾ അവര് എപ്പോഴും എപ്പോഴും ആലപിച്ചുകൊണ്ട് അവര് തങ്ങളുടെ സമയം ചിലവഴിക്കുന്നു. അപ്പൊ അങ്ങനെ ആ
കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ പറയുകയാണ്, എനിക്കും അതേപോലെ വേണം, എന്റെ നാവും ഇപ്പോൾ വറ്റി വരണ്ടിരിക്കുകയാണ്. നോക്കൂ, കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി മഹാഭക്തനാണ്, ശുദ്ധഭക്തനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്, എന്റെ നാവും ഭൗതികതയിൽപ്പെട്ട് വറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ നാവിനും ആ ആനന്ദം അനുഭവിക്കണം, എനിക്കും ആ വെള്ളം കുടിക്കണം. എങ്ങനെ? മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങളിലെ അമൃതം നുകർന്ന് എന്റെ നാവിന്റെ ദാഹം അടക്കണം. അതുകൊണ്ട് തന്നെ വിനയത്തോട് ഇവിടെ പറയുകയാണ്. അപ്പൊ അങ്ങനെ ആ ഭക്തിയാല്, ആ ആനന്ദത്താൽ എന്റെ നാവ് ആവരണം ചെയ്യപ്പെടണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഒട്ടും ആനന്ദം തരുന്നതല്ല. ഇതേ താൽക്കാലികമായിട്ടുള്ള സംതൃപ്തി മാത്രമാണ് നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ അദ്ദേഹത്തെ സ്വയം നമ്മളോട്, അതായത് ലൗകികതയിൽ മുങ്ങിക്കഴിയുന്ന നമ്മളെ പോലുള്ള പതിതാത്മാക്കളോടാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അപ്പം ആ ലൗകികരായിട്ടുള്ള നമ്മളുടെ വരണ്ട നാവിനെ ഭഗവാന്റെ ആ തിരുനാമം കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള തിരുനാമ ജപത്താൽ എപ്പോഴും അതിനെ നനച്ചുകൊണ്ടേയിരിക്കണം. അപ്പോള് നമ്മളുടെ നാവിന്റെ വരൾച്ചയെല്ലാം പോകും. അത് ആണ് മഹാപ്രഭു നമ്മൾക്ക് കാണിച്ചു തന്ന വഴി എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്തിയാകുന്ന അമൃത നുകരാന് നമുക്ക് സാധിക്കും. ആ ഭഗവാന്റെ പ്രേമഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ കൂടി കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത് 3-ാമത്തെ ശ്ലോകം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും നിത്യാനന്ദ പ്രഭുവിനും അദ്വൈത ചന്ദ്രനും ഒക്കെ മറ്റു ഭക്തർക്കും എല്ലാം ഇവിടെ സ്തുതികൾ എന്ന് ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. തൃതീയ ശ്ലോകേ അർത്ഥകരീ വിവരണ വസ്തു നിർദ്ദേശ രൂപ മംഗളാചരണ. 4-ാമത്തെ ശ്ലോകം. അപ്പൊ ഇവിടെ 3-ാമത്തെ ശ്ലോകത്തില് അതിന്റെ അർത്ഥം ഇനി വിവരിക്കാൻ പോവുകയാണ്. അത് ആരെ പറ്റിയാണ് പറയുന്നത്? പരമനിരപേക്ഷ സത്യത്തെ കുറിച്ചിട്ടാണ് ആ ശ്ലോകത്തില് പറയുന്നത്. ഇനി 5-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു ശ്ലോകം 5. യദ്ദ്വൈതം ബ്രഹ്മോപനിഷദി തദപ്യസ്യ തനുഭായ ആത്മാന്തര്യാമി പുരുഷ ഇതി സോ അസ്യാംശ വിഭവഃ ഷഡൈശ്വര്യേ പൂർണ്ണോയ ഇഹ ഭഗവാൻ സ സ്വയമയം ന ചൈതന്യാത് കൃഷ്ണ ജഗതി പരതത്വം പരമിഹ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ചൊല്ലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദ്ദ്വൈതം ബ്രഹ്മോനിഷദി തദപ്യസ്യ തനുഭാ യ ആത്മാന്തര്യാമി പുരുഷ ഇതി സോസ്യാംശ വിഭവഃ ഷഡൈശ്വര്യ പൂർണ്ണോയ ഇഹ ഭഗവാൻ സ സ്വയമയം ന ചൈതന്യാത് കൃഷ്ണ ജഗതി പരതത്വം പരമിഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാസുദേവായ യത് അദ്വൈതം ബ്രഹ്മോപനിഷദി തദപ്യസ്യ തനുഭവാ യ ആത്മാ അന്തര്യാമി പുരുഷ ഇതി സോ അസ്യാംശ വിഭവഃ ഷഡൈശ്വര്യ പൂർണ്ണായ ഇഹ ഭഗവാൻ സ സമയം ന ചൈതന്യാത് കൃഷ്ണ ജഗതി പരതത്വം പരമിഹ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. അവ്യക്തിക ബ്രഹ്മമെന്ന ഉപനിഷത്തുകൾ വിവരിക്കുന്നത് ഏതിനെയാണോ അത് അവിടുത്തെ ശാരീരിക പ്രഭാപൂരം മാത്രമാകും. അന്തര്യാമിയായ പരമാത്മാവായി അറിയപ്പെടുന്നതോ അവിടുത്തെ സ്ഥാനീയ അംശവൈഭവവും. ഷഡൈശ്വര്യങ്ങളാൽ സമ്പൂർണനായ പരമപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു. ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. ആകയാൽ പരിപൂർണ സത്യമായ ശ്രീ ചൈതന്യന് തുല്യമായോ ഉപരിയായോ മറ്റൊരു സത്യവും ഇല്ല തന്നെ. അപ്പൊ ഈ 2-ാമത്തെ അധ്യായത്തിൽ കൂടി കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളെ
ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് നമ്മൾക്ക്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എല്ലാ തരത്തിലും ശ്രീ ചൈതന്യ മഹാപ്രഭു. രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് പല രീതിയിൽ കൂടി ഈ അധ്യായത്തിൽ നമ്മളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ഉപനിഷത്തിലെ അവ്യക്തിഗത ബ്രഹ്മത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ അവ്യക്തിക ബ്രഹ്മം എന്താണ്? നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരീരത്തിലെ പ്രഭാപൂരം തേജസ്സാണ് ഈ ബ്രഹ്മം എന്ന മായാവാദികൾ പറയുന്നത്, ഇല്ലേ? ആ ബ്രഹ്മം, ആ പ്രകാശം മാത്രമാണ്. അതും മഹാപ്രഭുവിന്റെ ശരീരത്തിലെ പ്രകാശം തന്നെയാണ് ബ്രഹ്മം, ബ്രഹ്മജ്യോതി എന്ന് നമ്മൾ ഇനിയും അത് വേണം നമ്മളുടെ മനസ്സിൽ. കാരണം ഇത് ചൈതന്യ ചരിതാമൃതമാണ്. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, ഇല്ലേ? ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അപ്പം ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം നമ്മളുടെ ഉള്ളില് ധാരണകളുണ്ടോ അതെല്ലാം ആരിലേക്ക് മാറ്റണം? ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് നമ്മൾ കണക്കാക്കണം. എന്നിട്ട് വേണം ഇതിനെ ഈ ഗ്രന്ഥത്തെ സമീപിക്കാൻ. എങ്കിലേ നമുക്ക് ഈ മധ്യലീലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ മഹാപ്രഭുവിന്റെ ലീലകളാണ്, അത് മരിക്കുമോ എന്നുള്ള ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ വരരുത്. കാരണം ഇത് സ്വയം ഭഗവാൻ തന്നെയാണ് മഹാപ്രഭു. മഹാപ്രഭു നടത്തുന്ന എല്ലാ ലീലകളും ഭഗവാന്റെ ലീലകൾ അനുകരണമാണ്, അത് തന്നെയാണ്. പക്ഷെ അത് വേറൊരു രീതിയിലാണ് എന്ന് മാത്രം. അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്ന തത്വം മനസ്സിലാകണമെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം മഹാപ്രഭു തന്നെയാണ് എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടാവണം. അതിനുവേണ്ടി പല രീതിയിലും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, കൃഷ്ണൻ തന്നെയാണ് മഹാപ്രഭു എന്ന്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഉപനിഷത്തുകളുടെ സംഗ്രഹം, അതായത് അവരെ അവ്യക്തിഗത ബ്രഹ്മത്തെയാണ് ഉപനിഷത്തിൽ കൂടി പറയുന്നത്. അപ്പൊ ഈ ഉപനിഷത്തുകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മളുടെ ആധ്യാത്മിക ഗുരുവിൽ കൂടിയേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മജ്യോതിയിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ നോക്കും. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ? നമുക്ക് ഇല്ല. അപ്പം നമ്മളെ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വേണം ഉപനിഷത്തുകളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ. അങ്ങനെ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോയാൽ ബ്രഹ്മം, പരമാത്മാവായ ഭഗവാൻ ഇതെന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മളുടെ ഉള്ളിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഭൗതിക ലോകത്തിനോട് നമ്മൾക്ക് വിരക്തി കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ പ്രവേശിക്കാൻ നമുക്ക് അവസരം കിട്ടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭൗതികമായിട്ടുള്ള കുരുക്കുകളിൽ നിന്ന് മോചിതനാവാൻ നമുക്ക് കഴിയും. അങ്ങനെ മോചിതനായി കഴിയുമ്പോൾ നമുക്ക് ഭഗവത് ധാമത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാണ്. അപ്പം ആധ്യാത്മിക ആ വഴി തുറക്കുന്നത് ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ കൂടിയാണ്. നമുക്കറിയാം, ഭഗവാനെ സാക്ഷാത്കരിക്കണമെങ്കിൽ വദന്തി തത്വവേദസ്തത്വം യജ്ഞാനം അവ്യയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ യതി ശബ്ദതേ. ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം, പിന്നീട് ഭഗവത് സാക്ഷാത്കാരം. ബ്രഹ്മം എന്തെന്നറിയണം, പരമാത്മാവ് ആരാണെന്നറിയണം, അതിലൂടെ നമ്മൾ ഭഗവാനിൽ എത്തിച്ചേരണം. അപ്പൊ ഇവിടെ പറയുന്നു, ആധ്യാത്മിക ബോധദീപ്തിയുടെ പ്രാരംഭം എന്ന് പറയുന്നത് അവ്യക്തിഗത ബ്രഹ്മ സാക്ഷാത്കാരമാണ്. ആ ബ്രഹ്മ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വെറും പ്രകാശം മാത്രമാണ്. ആ പ്രകാശമാണ് ഈ ഭൗതിക ലോകത്തിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നത്. ഈ ഭൗതികമായിട്ടുള്ള സൃഷ്ടിക്ക് കാരണവും ഈ പ്രകാശമാണ്, ഭഗവാന്റെ തേജസ്സാണ്. സൃഷ്ടിക്ക് വേണ്ടുന്ന ഘടകങ്ങളൊക്കെ ഈ പ്രകാശത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കടക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ ഈ പ്രകാശത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. പ്രകാശത്തിന്റെ അപ്പുറം പ്രകാശം വരണമെങ്കിൽ അതിനൊരു ഉറവിടമുണ്ട്, ഇല്ലേ? നമ്മൾ രാത്രിയിൽ ടോർച്ചടിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, ഇല്ലേ? അപ്പൊ ആ ടോർച്ചിലെ പ്രകാശത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ടോർച്ചാണ്. അതേപോലെ ഈ ഭൗതിക ലോകത്തിലും പരവ്യോമത്തിലൊക്കെ വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മജ്യോതി അല്ലെങ്കിൽ ആ പ്രകാശം എന്ന് പറയുന്നതിന് ആ പ്രകാശത്തിന്റെ ഒരു ഉറവിടം ഉണ്ടാകും, ഇല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നവര് ആ ഉറവിടത്തെ കണ്ടെത്താൻ പരിശ്രമിക്കും. അങ്ങനെ അവരെ എവിടെ എത്തിച്ചേരും? പരമാത്മ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരും. അപ്പം തുടക്കം ബ്രഹ്മജ്യോതി ആണെങ്കിലും അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം ആ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രകാശമേ ആകുന്നുള്ളൂ ഈ ബ്രഹ്മജ്യോതി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഭഗവാനുണ്ട്. ആ ഭഗവാനിലേക്ക് എങ്ങനെ കടക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം
ഇത് മഹാപ്രഭുവിന്റെ അല്ലെങ്കിൽ ഗൗരസുന്ദരന്റെ ശരീരത്തിലെ പ്രകാശം തന്നെയാണ് ഈ ബ്രഹ്മജ്യോതി എന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം ശ്രീകൃഷ്ണ ഭഗവാനും ഗൗരാംഗനും അല്ലെങ്കിൽ ഗൗരസുന്ദരനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അപ്പൊ അവരുടെ ശരീരത്തിലെ പ്രകാശമാണ് ഈ ഭൗതിക ലോകത്തിൽ ഉൾപ്പെടെ ഈ വ്യാപിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പടി എന്താവും? നമ്മൾ പരമാത്മ സാക്ഷാത്കാരത്തിലേക്ക് കടക്കും. ബ്രഹ്മത്തെ വിടും. ബ്രഹ്മം വിട്ടിട്ട് അടുത്തത് എന്താണ്? പരമാത്മ സാക്ഷാത്കാരം. അതായത് പരമാത്മാവ് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. പരമാത്മാവ് ആരാണ്? സുഹൃതം സർവഭൂതാനം, എല്ലാവരുടെയും വെൽവിഷറായിട്ട് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അംശമാണ്, ആ ചൈതന്യമാണ് പരമാത്മാവ്. ആ പരമാത്മ ചൈതന്യമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചതാണ്, ഇല്ലേ? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട 15:15 സന്നിവിഷ്ട മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച വേദശ്ച വേദേ അഹമേവ വേദ്യ വേദാന്തകൃതി വേദവിദേഹ ചാഹം. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ കുടികൊള്ളുന്നു. എല്ലാവർക്കും ബുദ്ധി, ഓർമ്മശക്തി, മറവി ഇതെല്ലാം കൊടുക്കുന്നത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, ഇല്ലേ? ആ ഭഗവാൻ തന്നെയാണ് പരമാത്മാവായിട്ട് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് കുടികൊള്ളുന്നത്. അത് തന്നെയുമല്ല, ഭോക്താരം യജ്ഞതർസ സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാന ജ്ഞാത്വമാം ശാന്തി മിച്ചതി. എല്ലാവരുടെയും വെൽവിഷറായിട്ട് എല്ലാവർക്കും ശാന്തി കൊടുക്കുന്ന ആ പരമാത്മ ചൈതന്യവും ഞാൻ തന്നെയാണ്, അതും മഹാപ്രഭു തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് വൈവിധ്യങ്ങളില്ല, ഇല്ലേ? അതേസമയം ഭഗവാന് വൈവിധ്യമുണ്ട്, പരമസത്യത്തിന് വൈവിധ്യമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാഴ്ച കാണും, ഇല്ലേ? സൈഡിലേക്ക് നോക്കും. അപ്പൊ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുന്നുകൾ കാണാം, ഇല്ലേ? നമ്മൾ ദൂരെ നിന്ന് ആ കുന്നിനെ കാണുമ്പോൾ ആ കുന്ന് ഇതുപോലെയായിരിക്കും, അതായത് മേഘം മൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിക്കും, ഇല്ലേ? കുന്നാണെന്ന് നമുക്ക് മനസ്സിലാകുമോ? ഇല്ല. അതേസമയം കുറച്ചും കൂടി കഴിഞ്ഞാലോ, അടുത്തേക്ക് വന്നു കഴിഞ്ഞാലോ അത് കുന്നാണ് എന്ന് നമുക്ക് മനസ്സിലാകും, ഇല്ലേ? കുറച്ചും കൂടി അടുത്തേക്ക് ചെന്നാലോ കുന്ന് മാത്രമല്ല, അല്ലെങ്കിൽ മല മാത്രമല്ല, മലയിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് കുറച്ചൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ മലയുടെ സമീപത്തേക്ക് ചെന്ന് കഴിഞ്ഞാലോ അതില് വൃക്ഷലതാദികളുണ്ട്, ചിലപ്പോൾ വീടുകളുണ്ട്, അരുവികളുണ്ട്, ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെയാണ് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മൾ ബ്രഹ്മത്തിലിരുന്നാൽ ഒന്നും കാണില്ല. ഈ മേഘം മൂടിയിരിക്കുന്ന ഒരു കുന്ന് അല്ല എന്നതുപോലെ മാത്രമേ നമുക്ക് തോന്നിക്കുകയുള്ളൂ. ഒരു പുക മേഘം എന്ന് പറയും, ഒന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. പ്രകാശത്തിൽ ഇരുന്നാൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമോ? പരമാത്മാവിനെ കാണാൻ സാധിക്കുമോ? ഒന്നുമില്ല. എവിടെ നോക്കിയാലും പ്രകാശം മാത്രം. അതേസമയം കുറച്ചും കൂടി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാലോ, പരമാത്മാ സാക്ഷാത്കാരത്തില്ല, പരമാത്മാവിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാലോ അപ്പം നമുക്കറിയാം അവിടെ ഭഗവാൻ ഉണ്ട്, ഭഗവാന്റെ ശക്തികളുണ്ട് എന്നൊക്കെ നമുക്ക് കുറച്ചൊരു ധാരണ നമുക്ക് കിട്ടും. പിന്നീട് അവിടം കഴിഞ്ഞിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാലോ, ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് കടന്നാലോ, ഭഗവാൻ ആരാണ്, എന്താണ്, ഭഗവാന്റെ ധാമം ഏതാണ്, അവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്ന്, ഭഗവാന്റെ ശക്തിവിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവത് സാക്ഷാത്കാരത്തിന് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. നമ്മള് ബ്രഹ്മം സാക്ഷാത്കാരമാണ് തുടക്കമെന്ന് പറയുന്നത്. പക്ഷെ ആ തുടക്കത്തിലിരുന്ന് ഇത് മതി നമുക്ക്, ഇതാണ് ശരി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ വീണ്ടും ഭൗതിക ലോകത്തിൽ പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാക്ഷാത്കാരം പൂർണ്ണമാവില്ല. അവിടെ ഇരുന്നും കൊണ്ട് പരമാത്മാവിനെ അറിയാൻ, എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ പരമാത്മ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കാതെ ഇത് മതി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാതെ അത് പിന്നീട് നമ്മൾ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് കടക്കണം. അപ്പം മായാവാദികൾ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞ് അവരാ ബ്രഹ്മം വരെ എത്താൻ ശ്രമിക്കുന്നുള്ളൂ. ഭഗവാനെ ബ്രഹ്മമാക്കി കളഞ്ഞു. ഭഗവാന് രൂപമില്ല, ഭഗവാന്റെ പ്രകാശത്തെയാണ് അവരെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ആവില്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ഇല്ലേ? അവിടെ ഇരുന്നു കൊണ്ട് പരമാത്മ സാക്ഷാത്കാരം നേടണമെങ്കിൽ
യോഗ പ്രക്രിയകൾ, പലതരത്തിലുള്ള യോഗ പ്രക്രിയകൾ കൂടി മുന്നോട്ട് പോകണം. അതും ഈ കലിയുഗത്തിലെ ശരിയായ യോഗ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനങ്ങളും ഇല്ല. അപ്പം ആ സമാധി ഘട്ടത്തിൽ എത്തിച്ചേരാൻ ഈ കലിയുഗത്തിൽ അസാധ്യമാണ്. അപ്പൊ അതിന് അവിടെ ഇരുന്നു കൊണ്ട് ആ യോഗ പ്രക്രിയയിൽ കൂടി നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചാല് ആ പരമാത്മ ചൈതന്യം കൊണ്ട് സംതൃപ്തരായാൽ ശരിയാവില്ല. ആ പരമാത്മ സാക്ഷാത്കാരം നേടി അവിടെ ഇരിക്കേണ്ടി വരും, ഇല്ലേ? അപ്പൊ അതിനപ്പുറത്ത് ആരുണ്ട്? ഭഗവാനുണ്ട്. ഇതിനൊക്കെ ഒരു ഉറവിടമുണ്ട്. അവിടെ നിന്നാണ് ഈ ബ്രഹ്മവും പരമാത്മാവും ഒക്കെ വന്നിരിക്കുന്നത്. പരമാത്മാവ് എന്ന് പറയുമ്പോൾ വിഷ്ണു അല്ല, വിഷ്ണുവിനപ്പുറമുണ്ട്. വിഷ്ണു ആരുടെ വിസ്തരണമാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെ നമ്മൾ ഭഗവാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ആരാണ്, എന്താണ് എന്ന് നമുക്ക് പരിപൂർണമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും ആ തലത്തിൽ എത്തിച്ചേരാനും നമ്മൾക്ക് സാധിക്കും. അപ്പം ബ്രഹ്മന്റെ ഉറവിടം എന്താണ്? ഭഗവാന്റെ ശരീരമാണ്, അല്ലെ? ശരീരത്തിലെ പ്രകാശമാണ്. അപ്പൊ പരമാത്മാവെന്ന് പറയുന്നത് ഭഗവാന്റെ വിസ്തരണമാണ്. അവിടം കൊണ്ട് തീരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇത് മാത്രമാണ് ശരി. ബ്രഹ്മം പരമാത്മാവ് മാത്രമല്ല, ഇതിനപ്പുറം ഭഗവാനുണ്ട്. അപ്പം മഹാപ്രഭു ഭക്തനായി വന്നെങ്കിലും മഹാപ്രഭു ഭഗവാൻ തന്നെയാണ്. ആ മഹാപ്രഭുവിനെ പ്രാപിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ മഹാപ്രഭു ചൂണ്ടിക്കാട്ടുന്ന വഴിയെ, കാട്ടിത്തന്ന വഴിയെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മഹാപ്രഭുവിനെ നമുക്ക് കിട്ടും. മഹാപ്രഭുവിൽ കൂടി ഭഗവത് സാക്ഷാത്കാരവും നേടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് മഹാപ്രഭു ഛന്നാവതാരമായിട്ടാണ് വന്നത്. മഹാപ്രഭു ഒരിക്കലും പറഞ്ഞില്ല ഞാൻ കൃഷ്ണനാണ് എന്ന്, ഒരിക്കലും പറഞ്ഞിട്ടില്ല. മഹാപ്രകാശലീല നമുക്ക് കാണാം. മഹാപ്രകാശലീല വരുമ്പോഴൊക്കെ എല്ലാവരും പറയും അങ്ങ് നാരായണനാണ്, അങ്ങ് വിഷ്ണുവാണ്, കൃഷ്ണനാണ് എന്ന് പറയുമ്പോൾ രണ്ട് കൈകൊണ്ടും തൻ്റെ കാതുകൾ പൊത്തിക്കൊണ്ട് പറയും ഇല്ല ഇല്ല, ഞാൻ എങ്ങനെ വിഷ്ണുവാകും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സ്ഥലം വിടുക ചെയ്യുക. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ കൃഷ്ണനാണ് അല്ലെങ്കിൽ വിഷ്ണുവാണ് എന്ന്, ഒരിക്കൽ പോലും മഹാപ്രഭു പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ എന്ത് പഠിപ്പിച്ചു? ഉത്തമനായിട്ടുള്ള ഒരു ഭക്തൻ എങ്ങനെയാവാം എന്ന് നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ് ഭഗവാൻ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. പക്ഷേ ഞാൻ സ്വയം കൃഷ്ണനാണ് എന്ന് മഹാപ്രഭു ഒരിടത്തും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മഹാപ്രഭുവിനെ നമ്മൾ അനുകരിക്കരുത്. മഹാപ്രഭു ഇങ്ങനെയൊക്കെ കാണിച്ചു, അതുകൊണ്ട് എനിക്കും എന്താ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പാടില്ല. നമ്മൾ സങ്കീർത്തനം ചെയ്യുമ്പോൾ പലരും നൃത്തം ചെയ്യുന്ന കാണാം. പക്ഷെ അത് നമ്മളുടെ ഉള്ളിൽ ആ ഭക്തിയുടെ ഉന്മാദ അവസ്ഥയിൽ നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അപരാധമാണ് എന്ന് പറയുന്നുണ്ട്. മഹാപ്രഭു സങ്കീർത്തനം ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഉന്മാദാവസ്ഥയിലെത്തി നൃത്തം ചെയ്യും. അതൊക്കെ വെറുതെ കാണിക്കുന്നതല്ലാതെ ആ ഭക്തിയുടെ ഉന്മാദ ലഹരിയിലാണ് മഹാപ്രഭു നൃത്തം ചെയ്യും, പൊട്ടിച്ചിരിക്കുക, ചിലപ്പോൾ കരയും ഒക്കെ ചെയ്യും. ഇതൊന്നും നമ്മളാൽ സാധ്യമല്ല. നമ്മൾ ഇതൊക്കെ അനുകരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പെടുകയുള്ളൂ. അതുകൊണ്ട് മഹാപ്രഭു കാണിച്ചു തന്ന വഴിയെ നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ മഹാപ്രഭുവിനെ ഒരിക്കലും അനുകരിക്കരുത് എന്നിവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാപ്രഭു നിമായി പണ്ഡിതനായിരുന്നു കൊണ്ട് മഹാപ്രഭു പല കാര്യങ്ങളും അന്ന് നവദ്വീപിലുള്ളവരെ പഠിപ്പിച്ചു. പക്ഷെ അവരാരും അത് അംഗീകരിച്ചില്ല. മിക്കവരും അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പം മഹാപ്രഭുവിന് മനസ്സിലായി ഞാൻ ഇങ്ങനെ ഗൃഹസ്ഥനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ ആരാവണം? ഒരു സന്യാസി ആവണം, സന്യാസ ദീക്ഷ എടുക്കണം. സന്യാസിയായെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് ആൾക്കാരെ അംഗീകരിക്കുകയുള്ളൂ. കാരണം എന്താണ്? പണ്ട് മുതലേ ഭാരതത്തിലെ സന്യാസ വേഷം ധരിച്ച ആരെയും, ശരിക്കുള്ള സന്യാസി ആയിക്കോട്ടെ അല്ലാതിരുന്നോട്ടെ, ആരെയായാലും ബഹുമാനിക്കുക എന്നുള്ളത് ഭാരതത്തിന്റെ ഒരു പാരമ്പര്യമാണ്. അത് മഹാപ്രഭുവിന് മനസ്സിലായി. അതുകൊണ്ട് മഹാപ്രഭു സന്യാസാശ്രമം സ്വീകരിക്കാൻ തയ്യാറായി. പക്ഷേ ഈ കലിയുഗത്തിലെ സന്യാസം എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. കാരണം എന്താണ്? ആ സന്യാസം സ്വീകരിച്ചാല് പരിത്യാഗിയാകണം, പരിപൂർണമായിട്ടും പരിത്യാഗ മാർഗം സ്വീകരിക്കണം. ഈ കലിയുഗത്തിലുള്ളവരെ നമുക്കറിയാം, നമ്മളുടെ ചുറ്റും ധാരാളം സന്യാസിമാരുണ്ട്. അവരൊക്കെ രാഷ്ട്രീയത്തിലുണ്ട്, ഇല്ലേ? സാമൂഹ്യമായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവർ ധനം സമ്പാദിക്കുന്നുണ്ട്. എന്നിട്ട് പല സ്ഥാപനങ്ങളും അവരുടെ പേരിൽ തുടങ്ങുന്നുണ്ട്.
പക്ഷെ ഒരു സന്യാസി എന്ന് പറയുന്നത് പരിത്യാഗിയാകണം, പരിപൂർണമായിട്ടും പരിത്യാഗിയായിരിക്കണം. ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. സമൂഹത്തിൽ പ്രവർത്തിക്കണം, പക്ഷെ അത് ഭഗവാന് വേണ്ടി, ജനങ്ങൾക്ക് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ഭക്തിമാർഗത്തിൽ കൊണ്ടുവരണം. അതിനായിട്ടാണ് മഹാപ്രഭു സന്യാസി ദീക്ഷ എടുത്തത്. ഒരു സന്യാസി പറഞ്ഞാൽ അത് ആൾക്കാരെ അംഗീകരിക്കുമെന്ന് മഹാപ്രഭുവിന് ഉത്തമ ബോധ്യം വന്നു. അങ്ങനെ മഹാപ്രഭു ഗൃഹസ്ഥാശ്രമം വിട്ടിട്ട് സന്യാസാശ്രമം സ്വീകരിച്ചു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും മഹാപ്രഭുവിലുണ്ട്. അതുപോലെ തന്നെ പരിപൂർണ പരിത്യാഗിയുമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് മഹാപ്രഭു പരമസത്യം തന്നെയാണ്. പരമസത്യത്തിന്റെ അത്യുന്നത തത്വമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പം ശ്രീകൃഷ്ണ ഭഗവാന് ഉപരിയായിട്ടോ ഭഗവാന് തുല്യമായിട്ടോ ആരുമില്ല. അതുപോലെ മഹാപ്രഭുവിന് ഉപരിയായിട്ടോ മഹാപ്രഭുവിന് തുല്യമായിട്ടോ ആരും തന്നെയില്ല. ഇവിടെ ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, മത്ത പരതരന്യാന്യസ് കിഞ്ചിദസ്തി ധനഞ്ജയ. അതായത് ഭക്തര് ഭഗവാന്റെ കഴുത്തിലെ മാലകളാണ്, മുത്തുകളാണ്. അതുപോലെ ഭഗവാന്റെ കഴുത്തില് കോർത്തിട്ടിരിക്കുന്ന മുത്തുകളാണ് എൻ്റെ ഭക്തര് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ വേദാന്തം പഠിക്കുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവര് നിരാകാര ബ്രഹ്മം ഇല്ലേ, അഷ്ടാംഗ യോഗികളെ പരമാത്മാവ്, അവിടം വരെ അവരെത്തുന്നുള്ളൂ. പക്ഷേ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നവരോ അവരിതിനെയൊക്കെ അവര് ഭഗവാനെ മനസ്സിലാക്കി ആ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാനുള്ള പരിശ്രമമാണ്. അതായത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, അതായത് ബ്രഹ്മം പരമാത്മാവ് മാത്രമല്ല, അതിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് പരമനിരപേക്ഷ ജ്ഞാനത്തിന്റെ ആ അന്തിമ ഘട്ടം എന്ന് പറയുന്നത് ഭഗവാനെ അറിയലാണ്. അതായത് ബ്രഹ്മം അറിഞ്ഞു അവിടെ നിർത്തി, അല്ലെങ്കിൽ പരമാത്മാവിനെ മനസ്സിലാക്കി അവിടെ നിർത്തിയല്ല, ഭഗവാനെ മനസ്സിലാക്കണം. അതായിരിക്കണം നമ്മളുടെ അന്തിമ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ആരാണ്? സച്ചിദാനന്ദ സ്വരൂപനാണ്. സത്ത് ചിത്ത് ആനന്ദം, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനികള് വേദങ്ങൾ പഠിക്കും, വേദങ്ങൾ പഠിച്ച് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്താൻ ശ്രമിക്കുന്നു. അഷ്ടാംഗ യോഗികള് യോഗ പ്രക്രിയയിൽ കൂടി പരമാത്മ സാക്ഷാത്കാരത്തിന് പരിശ്രമിക്കുന്നു. പക്ഷേ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവര് ഭഗവത് സാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ ഭഗവാന്റെ പ്രേമഭക്തിയുടെ ഘട്ടത്തിലെത്താനാണ് പരിശ്രമിക്കുക. ഇതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. മറ്റേതൊക്കെ ബ്രഹ്മേതി പരമാത്മേതി എന്ന് പറയുന്നത് അപൂർണമാണ്. ഭഗവത് സാക്ഷാത്കാരമാണ് പരിപൂർണമായിട്ട് ഉള്ളത്. അപ്പം ഭഗവാന് രൂപമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അരൂപിയല്ല. ബ്രഹ്മം എന്ന് പറയുന്നത് അരൂപമാണ് ഇല്ലേ. ആ അരൂപമായിട്ടുള്ള ബ്രഹ്മത്തെ ആരാധിക്കുന്നവന് ശരിയായിട്ടുള്ള വഴിയിൽ പോകാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഭഗവാൻ ഒരു വ്യക്തിയാണ്, ഭഗവാന് രൂപമുണ്ട് അല്ലേ. സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. സത്ത് ചിത്ത് ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാശ്വതമായിട്ടുള്ളതാണ്, മാറ്റമേ ഇല്ല. ഭഗവാൻ മാറുന്നുണ്ടോ? ഇല്ല. ഭഗവാൻ എത്രയൊക്കെ അവതാരങ്ങൾ എടുത്താലും ഏതൊക്കെ രൂപത്തിൽ വന്നാലും ഭഗവാൻ ഭഗവാനായിട്ട് തന്നെ പരിപൂർണനായിട്ട് നിലകൊള്ളുന്നു. അതാണ് ഈശോപനിഷത്തിൽ പറയുന്നതോ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദിച്ചതേ. പൂർണ്ണത്തിൽ നിന്ന് എത്ര എടുത്തു മാറ്റിയാലും പൂർണ്ണം പൂർണ്ണമായിട്ട് തന്നെ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ്, ജ്ഞാനം ഇല്ലേ. എല്ലാ തരത്തിലുള്ള ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ് ഭഗവാൻ. പിന്നീട് ആനന്ദം, ആനന്ദ സംഭരണിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം സത്ത് എന്നുള്ള ആ ശാശ്വതമായിട്ടുള്ള ഭാവത്തെ മനസ്സിലാക്കിയാൽ ആ വ്യക്തിക്ക് എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരത്തിലാണ് എത്തിച്ചേരുക. അതേസമയം ചിത്ത് എന്ന് പറഞ്ഞാല് പരമാത്മ സാക്ഷാത്കാരമാണ്. അതേസമയം അത് യോഗികളാണ്, യോഗികളെ ജ്ഞാനികളുമാണ് സത്ത് ചിത്ത് ഇതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്. ആനന്ദം എന്ന് പറയുന്നത് ഭഗവത് സാക്ഷാത്കാരം. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ആനന്ദമാണ്, ഫുൾ ഓഫ് ബ്ലിസ് ആണ്, എറ്റേണൽ ബ്ലിസ്. ആധ്യാത്മിക ആനന്ദത്തിന്റെ ഉറവിടമാണ് ഭഗവാൻ. അതുകൊണ്ട് ആ ഭഗവത് സാക്ഷാത്കാരം, അത് ആനന്ദം എങ്ങനെ കിട്ടും നമുക്ക്? ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതിലൂടെയും ഭക്തിയുടെ സേവനം ചെയ്യുന്നതിലൂടെയുമാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത്. ആനന്ദം തരുന്നതാരാണ്? ആനന്ദത്തിന്റെ സംഭരണിയായ ഭഗവാൻ തന്നെയാണ് നമ്മൾക്ക് സേവനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം തരുന്നത്. അപ്പം പരമസത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ബ്രഹ്മത്തെ അറിയണം, പരമാത്മാവിനെ മനസ്സിലാക്കണം,
പക്ഷെ അവിടെ നിൽക്കാതെ നമ്മൾ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് കടക്കണം. ഭഗവാനെ അറിയാൻ നമ്മൾ പരിപൂർണമായിട്ടും പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ ആ അറിവ് മാത്രമാണ്, അതാണ് ശാശ്വതമായിട്ടുള്ള അറിവ്, ശരിയായിട്ടുള്ള ജ്ഞാനമെന്ന് പറയുന്നത്. ആ ആനന്ദത്തിന്റെ സാക്ഷാത്കാരം കൂടാതെയുള്ള നിരപേക്ഷ സത്യത്തിന്റെ അറിവ് അപൂർണമാണ്. നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടി അവിടെ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ പരമാത്മ സാക്ഷാത്കാരം നേടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് ശാശ്വതമല്ല, നിത്യമായിട്ടുള്ള ആനന്ദമല്ല. നിത്യമായിട്ടുള്ള ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഭഗവത് സാക്ഷാത്കാരത്തിന്റെ അല്ലെങ്കിൽ പ്രേമഭക്തിയുടെ തലത്തിൽ നമ്മൾ എത്തിച്ചേരണം. അതിനായിട്ട് നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിച്ചും ഭഗവാന്റെ സേവനം ചെയ്തും നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ പ്രേമഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ ശ്ലോകം, നമ്മളിപ്പോ പറഞ്ഞ ശ്ലോകം എന്ന് പറയുന്നത് ജീവ ഗോസ്വാമിയുടെ തത്വസന്ദർഭത്തിലെ അതിന് സമാനമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ഇവിടെ ഉദ്ധരിക്കുന്നില്ല. പരമസത്യത്തെ ചിലപ്പോൾ അവ്യക്തിഗത ബ്രഹ്മമായി സമീപിക്കുമെങ്കിലും അത് ആധ്യാത്മികമാണെങ്കിലും പരമസത്യത്തിന്റെ ഭാഗികമായിട്ടുള്ള ഒരു ആവിഷ്കാരം മാത്രമാണ്. ഭാഗിക ആവിഷ്കാരമാണ് ബ്രഹ്മസാക്ഷാത്കാരം. അതുപോലെ ഭാഗിക ആവിഷ്കാരമാണ് പരമാത്മ സാക്ഷാത്കാരം. അതൊരിക്കലും പൂർണ്ണമാകുന്നില്ല. ഇത് തത്വസന്ദർഭത്തിലെ 9ാം ഭാഗത്തില് പറയുന്നുണ്ട്. വൈകുണ്ഠാധീശനായ നാരായണൻ ശ്രീകൃഷ്ണന്റെ ഒരു വിസ്തരണമായി അറിയപ്പെടുന്നു. പക്ഷെ ആ നാരായണനെ പ്രാപിക്കാൻ ശ്രമിച്ചാൽ അത് ഭഗവത് സാക്ഷാത്കാരമാകുമോ? ഇല്ല. ശ്രീകൃഷ്ണനാണ് പരമനിരപേക്ഷ സത്യം. ആ ശ്രീകൃഷ്ണ ഭഗവാനെ സാക്ഷാത്കരിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അവിടെ നിന്നാണ് സർവ്വ ജീവാത്മാക്കളുടെയും ദിവ്യ പ്രേമത്തിന്റെ വസ്തു. നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഭഗവത് പ്രേമം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമം. ആ കൃഷ്ണപ്രേമം സാക്ഷാത്കരിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇനി അടുത്ത ശ്ലോകം. ബ്രഹ്മാത്മാ ഭഗവാൻ അനുവാദത്തിന അംഗപ്രഭ അംശസ്വരൂപത്തിന വിധേയഛിന്ന. 6ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബ്രഹ്മ ആത്മാ ഭഗവാൻ അനുവാദീന അംഗപ്രഭ ഹംസ സ്വരൂപാതിന വിധേയ ചിഹ്ന. ഹരേ കൃഷ്ണ. ഹരേ നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ബ്രഹ്മ ആത്മാ ഭഗവാൻ അനുവാദാദിന അംഗപ്രഭ അംശ സ്വരൂപത്തിന വിധേയ ചിഹ്ന. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ 3 വിഷയങ്ങളും ബ്രഹ്മജ്യോതി, ഭാഗിക ആവിഷ്കാരം, മൗലിക സ്വരൂപം എന്നിവ യഥാക്രമം അവയുടെ ഗുണവിശേഷങ്ങളുമാണ്. അപ്പം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്നുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് ഭഗവാന്റെ ശരീരത്തിലെ തേജസ്, ബ്രഹ്മജ്യോതി. അതുപോലെ തന്നെ പരമാത്മാവെന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ പരിപൂർണനായിട്ടുള്ള ഭഗവാനല്ല, ഭഗവാന്റെ ഭാഗികമായിട്ടുള്ള ആവിഷ്കാരമാണ്. ഭാഗിക ആവിഷ്കാരമാണ് പരമാത്മാവ്. ഭഗവാൻ എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള മൗലികമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം, ത്രിഭംഗസുന്ദരനായിട്ടുള്ള ശ്യാമസുന്ദരനാണ് ഭഗവാൻ. ഇതാണ് ഈ 3 എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കുക. ഹരേ കൃഷ്ണ. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സില്. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തിൽ ഇത് തന്നെയാണ്, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഇനിയുള്ള ഭാഗം ഒന്നും കൂടി ഇത്തിരി സ്പീഡിൽ പോകാം, കാരണം ഇത് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഞാൻ കൂടുതൽ പറഞ്ഞു പോകാം. ഹരേ കൃഷ്ണ. കൃഷ്ണ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതുവരെയുള്ളതില്. ഹരേ കൃഷ്ണ. ഇന്ന ഭാഗവതത്തിലെ ഏത് സ്കന്ധമാണെന്ന് പറയുമോ? ഏത് സ്കന്ധം, ഏത് അധ്യായം എന്ന് നിങ്ങളെ സ്കന്ധം മാതാജി. 3-ാം സ്കന്ധം. 3-ാം സ്കന്ധം. എത്ര അധ്യായം? 9 അധ്യായം അധ്യായം. 9. ശ്ലോകം നമ്പറും കൂടി പറയുമോ? 11, 12. 11, 12. 11, 12. അടുത്ത ക്ലാസ്സിൽ പറയാം ഞാൻ. ഭാവം അല്ലേ? അതെ. കൃഷ്ണ മാതാജി, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ റേക്ക് പഠിക്കുന്നവര് ബ്രഹ്മജ്യോതിയാ ഉപാസിക്കുന്നത്. ഞാൻ മാതാജിയുടെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് അത് തിരുത്താൻ ശ്രമിച്ചിട്ട് തിരുത്തത്തില്ല.
എന്റെ വീട്ടിലുള്ള ആള് തന്നെയാണ്. അതെ. ആ അപ്പം പരിപൂർണ ജ്യോതിയാ അവരെ പഠിപ്പിക്കുന്നത്. അതെ. ആ മാഷ് പഠിപ്പിക്കുന്നത് ആ, ജ്യോതിയെ മാത്രമാണ്. ഞാൻ പറഞ്ഞു, മോളെ അത് പ്രകാശമാ, രൂപമില്ലല്ലോ. അതെ. രൂപം ഭഗവാനല്ലേ. അപ്പൊ ഭഗവാന്റെ ശരീരത്തിലുള്ള പ്രകാശമാ ജ്യോതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ചിരിക്കുന്നല്ലേ, അത് മാറ്റാൻ ശ്രമിക്കുന്നില്ല. ഹരേ കൃഷ്ണ. അവിടെ ഇരിക്കട്ടെ, പ്രകാശത്തിൽ ചെല്ലുമ്പോ മനസ്സിലാകും അവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് അപ്പൊ മനസ്സിലാകും. എന്നെ അതിലോട്ട് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രകാശത്തിന്. അപ്പൊ പ്രകാശത്തിൽ അതെങ്ങനെയാ പ്രകാശം കൊണ്ടുവരുന്നതെന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നു. ഞാനത് ആ. ശ്രദ്ധിച്ചില്ല. പ്രകാശത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. അതേ ചോദ്യം തന്നെ മാതാജി, അതേ ചോദ്യം തന്നെ ഞാൻ ചോദിക്കണമെന്ന് തന്നെ വിചാരിച്ചിരുന്നായിരുന്നു. എന്ന് വെച്ചാൽ ഇതിപ്പം നമ്മള് ഇതിവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഒരു ജില്ല തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഒരു കൂടുതൽ ആൾക്കാർ ഇപ്പൊ നമ്മൾ കൃഷ്ണാവബോധത്തിലോട്ട് എല്ലാവരെയും വിളിക്കുന്നു, അവര് ഈ ബ്രഹ്മത്തിലോട്ട് പോകാൻ വിളിക്കുന്നു, ആ ജ്യോതിയിലോട്ട് പോകാൻ വിളിക്കുന്നു. അതാണ് വലുതെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ ഹരേ കൃഷ്ണ ഈ കുറിയൊക്കെ കണ്ടിട്ട് പോലും അവര് പറയുന്നത് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നാണ് പറയുന്നത്. അതെ, നല്ല ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നല്ലത് സ്വീകരിക്കാൻ എപ്പോഴും നമ്മളുടെ മനസ്സ് മടിക്കും. നമ്മളുടെ മനസ്സിന്റെ പ്രവണതയാണത്. തെറ്റായ വഴിയെ പോവുക എന്നുള്ളത് ജീവാത്മാക്കളുടെ സ്വഭാവമാണ്. അപ്പൊ പിന്നെ അത് തന്നെയുമല്ല, മുജ്ജന്മ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ബാക്കി കിടക്കുന്നു, അതും കൂടിയുണ്ട്. അപ്പം അത് ആ കർമ്മഫലം ഇതും മതി, അല്ലെങ്കിൽ കർമ്മഫലം അനുഭവിച്ച് മതിയായി എന്നുള്ള ഒരു ചിന്ത അവരിൽ വരണമെങ്കിൽ മാത്രമേ അവർക്ക് ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാനും അതേക്കുറിച്ച് അവർക്ക് അറിയാനും താല്പര്യം ഉണ്ടാവും. അന്ന് അവർ വരും. അതേവരെയും അവരെ വഴിയിലൂടെ ഇതാണ് ശരി, നമ്മളെയും ആ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ കള്ളു കുടിക്കുന്ന ഒരാൾക്ക് സ്വയം കള്ളു കുടിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൂടി കുടിപ്പിക്കാൻ പ്രേരിപ്പിക്കുക ചെയ്യുക. എന്ത് രസമാണ് അത് കുടിച്ചു കഴിയുമ്പോൾ, എന്ത് ആനന്ദമാണ് കിട്ടുക എന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ച് ഷാപ്പിൽ കൊണ്ടുപോയി കള്ളു കുടിപ്പിക്കും. ഇതുപോലെയാണ് മായാവാദികളും ബ്രഹ്മവാദികളും ഒക്കെ ചെയ്യുന്നത്. അവരാ ബ്രഹ്മത്തിന്റെ ലഹരിയിൽ ഇരിക്കുകയാണ്. അത് തെറ്റാണ് എന്നവർക്ക് ബോധ്യം വരുന്നില്ല. അതിന് സമയമെടുക്കും. കാരണം കർമ്മഫലമുണ്ട്, അത് മാറണമെങ്കിൽ ശരിയായ വഴിയെ വന്നെങ്കിലേ നമ്മളുടെ കർമ്മഫലങ്ങൾ മാറുള്ളൂ. അപ്പൊ കുറെ കഴിയുമ്പോൾ മനസ്സിലായി, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഗുണം കിട്ടുന്നില്ലല്ലോ, അപ്പൊ ഇതിനപ്പുറം എന്തോ ഉണ്ട് എന്നവർക്ക് ചിന്ത വരും. അങ്ങനെ വരുന്നവര് ശരിയായിട്ടുള്ള വഴി കണ്ടുപിടിച്ച് വരും. അല്ലാത്തവര് അവിടെ തന്നെ കുടുങ്ങും. അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, നമ്മള് ഈ ബ്രഹ്മജ്യോതി പരമാത്മാവ് ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ബ്രഹ്മത്തിനെയും പരമാത്മാവിനെയും നമ്മൾ അംഗീകരിച്ചു കൊണ്ടാണ് ആ ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നത്. അപ്പം ബ്രഹ്മവും നമ്മൾ സത്യമാണ്, പരമാത്മാവും സത്യമാണ്. അതിന് നമ്മൾ അംഗീകരിക്കണമല്ലോ. അങ്ങനെ ഒന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിക്കുക. അപ്പൊ നമ്മൾ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. പക്ഷെങ്കിൽ അവര് ബ്രഹ്മവാദികള് അതുവരെ നിൽക്കുന്നുള്ളൂ. അവർക്ക് പരമാത്മാവിനെ അറിയില്ല ഈ പ്രകാശം എവിടെ നിന്ന് വരുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ശരീരത്തിലെ പ്രകാശമാണ് എന്നവര് മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയെങ്കിൽ അവരിതിൽ നിൽക്കില്ല, അത് വിട്ടുപോകും, അതിനപ്പുറത്തേക്ക് കടക്കും. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വഴി ഏതാണ്, ആ ബ്രഹ്മത്തിന്റെ ഉറവിടം എന്താണ് എന്ന് അന്വേഷിക്കാൻ അവർ പരിശ്രമിക്കും. പക്ഷെ അവർക്കറിയില്ല. അതിലിങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. അത് മാറ്റാൻ അവര് തയ്യാറാകുന്നില്ല. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ ഞാൻ ഒരു ബ്രഹ്മവാദി വെച്ചാൽ അതിൽ പോകുന്ന ഒരു ബ്രഹ്മകുമാരീസിനെ എനിക്ക് പരിചയപ്പെടാനിടയായി. അപ്പൊ ആ ബ്രഹ്മകുമാരീസായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അവര് പറഞ്ഞെന്താന്ന് വെച്ചാല്, ബ്രഹ്മം എന്ന് വെച്ചാൽ സകല സ്ഥലത്തും ഇപ്പൊ ഞാൻ ചോദിച്ചു, ഈ പ്രകാശം നിങ്ങൾക്ക് എവിടെ നിന്നാ വരുന്നതെന്ന് അറിയാമോ? ഒരു ഉറവിടം ഉണ്ടാവുമല്ലോ, സൂര്യനിൽ നിന്നാണല്ലോ സൂര്യപ്രകാശം വരുന്നത്. അപ്പോൾ ആ ഉറവിടത്തെ നിങ്ങൾ അന്വേഷിക്കാത്തത്. അപ്പോ അവർ പറയുകയാണ്, ബ്രഹ്മമാണ് ഞങ്ങൾ കൃഷ്ണനെ ആരാധിക്കും, ഞങ്ങൾക്ക് കൃഷ്ണനെ അറിയാം, ശിവനും ഒക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രഹ്മം ഈ ലൈറ്റ് ആണ്, എന്നാണ് ഇതുണ്ടായിരിക്കുന്നതെന്നാണ്. അപ്പൊ അങ്ങനെയാണ് അവരുടെ ഒരു ധാരണ. അതാണ് അത് തെറ്റാണ് എന്നവര് തിരുത്താം. കാരണം അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതാണ്. തെറ്റായ ആശയങ്ങളാണ് അവരുടെ ഉള്ളിൽ ചെലുത്തിയിരിക്കുന്നത്. അപ്പൊ അത് വിടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബ്രഹ്മമാണ് ദേവതകളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എല്ലാം ബ്രഹ്മമാണ് സൃഷ്ടിക്കുന്നത്. കൃഷ്ണൻ ബ്രഹ്മമാണ്. മനുഷ്യരൂപം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ സപ്താഹവേദികളിൽ കേൾക്കുന്നതാണ്. ബ്രഹ്മം മനുഷ്യരൂപം കൊണ്ടുവന്നതാണ് കൃഷ്ണൻ എന്ന്. ഈ രൂപമില്ലാത്ത വസ്തുവിനെ എങ്ങനെ രൂപം എടുക്കാൻ സാധിക്കും? അതവര് ചിന്തിക്കുന്നില്ല.
ബ്രഹ്മത്തിന് രൂപമില്ല. രൂപമില്ലാത്ത ഒന്നിനെ രൂപം എടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അത് വിശ്വസിക്കില്ല അവര്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പറയുക, കൂടുതൽ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കണ്ട. അവർക്ക് മനസ്സിലാകും. കുറച്ച് കഴിയുമ്പോൾ അവർ ചിന്തിക്കുമ്പോൾ അവർക്കിത് തെറ്റാണ് എന്ന് മനസ്സിലായി വരും. അതേവരെ അവർ ബ്രഹ്മത്തിൽ നിൽക്കട്ടെ, നിർബന്ധിക്കണ്ട. അപ്പൊ തനിയെ വരും.